ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം കുറേ ഭാഗം ഇരുന്ന് വായിക്കണ്ടേ. അപ്പൊ അവര് എന്നെ നമ്മൾ നേരത്തെയൊക്കെ ഭാഗം നമ്മൾ നോക്കി പോയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു ഭാഗത്തുനിന്ന് ദൈവം പറയും, ഇസ്രായേൽ ഗൃഹമേ, 10-ാം അധ്യായം, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം ഒന്നുകൂടെ വായിക്കുന്നത്. ഇസ്രായേൽ ഗൃഹമേ, യഹോവ നിങ്ങളോട് അരുളിച്ചെന്ന വചനം കേൾപ്പിനും. യഹോ ഇപ്രകാരം അരുളിച്ചെന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. ജാതികളുടെ ചട്ടങ്ങൾ വിദ്യാമൂർത്തിയെ സമ്മതിക്കുന്നു. അതൊരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടു വന്ന മരവും ആശാരി വാച്ചുകൊണ്ട് ചെയ്ത പണിയും അത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതെ ഇരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റിയും കൊണ്ട് ഉറപ്പിക്കുന്നു. അവ വെള്ളരിത്തോട്ടത്തിലെ തൂണ് പോലെയാകുന്നു. അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടപ്പാൻ വഹിയായാൽ അവയെ ചുമന്നുകൊണ്ട് പോകണം. അവയെ ഭയപ്പെടരുത്. ഒരു ദോഷം ചെയ്യാൻ അവയ്ക്ക് കഴിയില്ല. ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല. യഹോവേ, നിന്നോട് തുല്യനാൻ ആരുമില്ല. നീ വലിയവന്, നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു. ജാതികളുടെ രാജാവേ, ആർ നിന്നെ ഭയപ്പെടാതെ ഇരിക്കും? അത് നിനക്ക് യോഗ്യമല്ലോ. ജാതികളുടെ സകല ജ്ഞാനികളും അവരുടെ സകല രാജ്യങ്ങളും നിന്നോട് തുല്യൻ ആരുമില്ല. ഹല്ലേലൂയ. താഴോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ദൈവത്തിനെ കുറിച്ചും ജാതികളുടെ ദൈവത്തെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ജാതികളുടെ ദൈവത്തെ പലരും ഭയപ്പെടാറുണ്ട്. കാരണം മറ്റുള്ള ആൾക്കാർ പോയി അവിടെ നേർച്ചകൾ ചെയ്യുന്നു, വഴിപാടുകൾ ചെയ്യുന്നു, നമുക്കെതിരായി പ്രാർത്ഥിക്കുന്നു, നമുക്കെതിരായി അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ വചനം കൃത്യമായി നമ്മളോട് പറയുന്നു, അവരെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരൊരു മരം വെട്ടുന്നു, അതിൽ നിന്ന് കുറച്ചെടുത്ത് അപ്പം ചുട്ട് നിന്ന്, കുറച്ചെടുത്ത് തീ കായുന്നു, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിന് മുമ്പ് ചെന്ന് കിടന്ന് സാഷ്ടാംഗം വേണ്ടി രക്ഷിക്കണേ എന്ന് പറയുന്നു. അതിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ദൈവം പറയുന്ന അതിനെ എന്താ പറയാ, അവ സംസാരിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നത് അവർ ഒരു കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടു വന്ന മരം ആശാരി വാച്ചുകൊണ്ട് ചെയ്ത പണിയും അത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അത് ഇളകാതെ ഇരിക്കണം. അവർ അതിനെ ആണിയും ചുറ്റിയും കൊണ്ട് ഉറപ്പിക്കുന്നു. ഇത് പണിഞ്ഞിട്ട് ഇത് ഇളക്കി താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് തന്നെ ആണിയും ചുറ്റുകയും കൊണ്ട് ഉറപ്പിക്കുക. ഹല്ലേലൂയ. അവരുടെ ദൈവത്തിന്റെ പ്രത്യേകത പറയാം, അവര് തന്നെ മരം കൊണ്ടുണ്ടാക്കി വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഒക്കെ അതിനെ പൊതിഞ്ഞിട്ട് ആണിയും ചുറ്റിയും കൊണ്ട് അതിനെ ഉറപ്പിച്ചു വെക്കുക. എന്നിട്ട് അവ വെള്ളരിത്തോട്ടത്തിലെ തൂണ് പോലെയാകുന്നു. അവരുടെ ദൈവത്തെ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തെ നമുക്കൊരു വെള്ളരിത്തോട്ടത്തിലെ തൂണ് നമ്മൾ കണ്ടിട്ടില്ലേ, പാടത്തൊക്കെ കോലം കെട്ടി വെച്ചേക്കുന്നത് കാണാറുണ്ട്. കാക്കകളൊക്കെ പറയാം ഈ കോലം ചിലപ്പോ കാക്കകളൊക്കെ കണ്ട് പേടിക്കും. കാരണം ഇത് മനുഷ്യനാന്നൊക്കെ വിചാരിച്ച് ഈ കോലം കണ്ടു. പക്ഷേ അതിന് അനങ്ങാൻ പറ്റുമോ? അതെന്തെങ്കിലും സംസാരിക്കും? അതെന്തെങ്കിലും ചെയ്യുമോ? ഒന്നുമില്ല. നമ്മൾ ആരെങ്കിലും വെള്ളരിത്തോട്ടത്തിലോ കോലം കണ്ടിട്ട് അയ്യോ എന്നെ ഉപദ്രവിക്കാൻ വരുന്ന ജോലിയായിട്ടുണ്ടോ? കൊച്ചു പിള്ളേരൊക്കെ ചിലപ്പോൾ വേണം പറ്റിക്കാൻ പറ്റും. പക്ഷേ വെള്ളരിത്തോട്ടത്തിലെ കോലത്തിന് എന്താ, അതിനെ ഓടിക്കാനും പറ്റത്തില്ല, നടക്കാനും പറ്റത്തില്ല. ആരെങ്കിലും എടുത്ത് അവിടെ ചുമന്ന് കൊണ്ട് വെക്കുന്നിടത്ത് നിൽക്കും, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ഉറപ്പിച്ച് നിർത്തുന്നിടത്ത് നിൽക്കും. അതുപോലെ വെള്ളരിത്തോട്ടത്തിലെ തൂണ് അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടപ്പാൻ വകേണ്ടവ ചുമന്നുകൊണ്ട് പോകണം. നമ്മൾ കണ്ടിട്ടില്ലേ പലയിടത്തും വിഗ്രഹങ്ങളൊക്കെ ആൾക്കാർ ചുമന്നോണ്ടാ പോകുന്നത്. വണ്ടിക്കകത്തൊക്കെ കയറ്റി ചുമന്നു കൊണ്ടുവന്ന് പോയി അവിടെ ഇരുത്തുന്ന ദൈവം അങ്ങനെയാണോ? ഞാൻ പറയാം, സ്വന്തമായിട്ട് നടക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത ഈ ഊമ വിഗ്രഹം എന്ത് ചെയ്യും നമ്മളെ? എന്തിനാ അതിനെ ഭയപ്പെടുന്നത്? പലപ്പോഴും നമ്മൾ തന്നെ പലരും അമ്പലങ്ങളിൽ പോകുന്നു, നേർച്ച ചെയ്യുന്നു, നമുക്കെതിരായി പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, നൊവേന ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ പറയാറും കേൾക്കാറും ഒക്കെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇതിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ സാറാമ സിസ്റ്റർ? ഒരു ഊമ വിഗ്രഹത്തിന് മുമ്പ് നമുക്കെതിരായിട്ട് മെഴുതിരി കത്തിച്ച് നമുക്ക് വല്ലതും സംഭവിക്കുമോ? അതെന്താണ് ആ ഊമ വിഗ്രഹം? ഒരാള് കൈ കൊണ്ടുണ്ടാക്കി ആണി കൊണ്ട് അടുപ്പിച്ച് സിമന്റൊക്കെ ഇട്ട് ഉറപ്പിച്ചൊരിടത്ത് നിർത്തിയേക്കുന്ന സാധനം. അത് കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, മിണ്ടാൻ കഴിയില്ല, ഒന്നും കഴിയില്ല. അതിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഇവര് തകർന്നു പോണേ, അവരുടെ കൈ ഒഴിഞ്ഞു പോണേ, കാലൊടിഞ്ഞു പോണേ, മരിച്ചു പോണേന്ന് പറഞ്ഞിട്ട് വല്ലതും നടക്കും? ഒന്നും നടക്കത്തില്ല. പക്ഷേ എവിടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഞാൻ പറയാം. നമ്മൾ അതിനെ വിശ്വസിച്ചാൽ,
അവരിപ്പോയി അവിടെ നേർച്ച കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആപത്ത് വരും നമ്മൾ വിശ്വസിച്ചാൽ അത് നമുക്ക് സംഭവിക്കും. ഹാലേ എപ്പോഴും പറയുന്ന എനക്ക് ഹാലേലിയ ആമ ഒരു പൂജിച്ച് മന്ത്രവാദം ചെയ്ത് ദുർമന്ത്രവാദം ചെയ്തൊരു പഴം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഇത് തിന്നാ എനിക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ തിന്നേ ചെയ്യരുത്. ആ സമയത്ത് ഇതൊരു സാധാരണ പഴമാണ്, ഇതിനകത്ത് ഒരു ശക്തിയും ഇല്ല എന്നാണ് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം. നമുക്ക് ഇത് ഉറപ്പായിട്ട് തിന്നാം. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമുക്ക് ഭവിക്കുന്നത്. ഹാലേ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാ. വിശ്വസിക്കുന്ന എന്താണോ ഹാലയില് അത് നമുക്ക് സംഭവിക്കും. ഹാലയില് ഒരു വിഗ്രഹം ഹാലയില് നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസിച്ചാൽ അത് നമുക്ക് സംഭവിക്കുന്നുണ്ട്. ഹാലി അപ്പൊ നമ്മുടെ വിശ്വാസമാണ് അവിടെ പ്രവർത്തിക്കുന്നത്, അതിന്റെ ശക്തിയല്ല. അല്ല അതിനൊരു ശക്തിയില്ല, അതിനൊരു കഴിവുമില്ല. കാരണം കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന, അനങ്ങാൻ കഴിയുന്ന, സ്വന്തമായിട്ട് ഹാല എങ്ങും പോകാൻ പറ്റും. അതിന് മുമ്പിൽ പോയിട്ട് ആ കുമ്പിട്ടിട്ട് ഹാലയിൽ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയുന്ന ഹാല അവ സംസാരിക്കുന്ന, അവയ്ക്ക് നടപ്പാൻ വകയുണ്ട്, അവയെ ചുമന്നുകൊണ്ട് അവയെ ഭയപ്പെടരുത്. ഹാലേലൂയ, അവയെ ഭയപ്പെടുന്നു. പ്രഭാതത്തിൽ ഹാലേലൂയ അങ്ങനെയുള്ള പലതും ഹാലിൽ നമ്മുടെ മുമ്പിൽ ഹാലില് പലരും പറയുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും അവയെ ഭയപ്പെടരുത്. ഹാലേലൂയ, അവയെ ഭയപ്പെടരുത്. എന്നിട്ട് ഓരോ ദോഷവും ചെയ്യാൻ അവയ്ക്ക് കഴിയുകയില്ല, ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല. ഒരു ദോഷവും ചെയ്യാൻ അവയ്ക്ക് കഴിയില്ല, അതുപോലെ ഗുണം ചെയ്യുവാനും അവർക്ക് പ്രാപ്തിയൊന്നുമില്ല. ഹാലേലൂയ, എത്ര മൂഢതയാണ് ഹാലേലിയ. ആമി ജനങ്ങളുടെ ഹാലേലിയ ആമി മനസ്സിലുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിക്കേ. ഹാലൂയ, അവിടെ ഈ ലോകത്തിലെ ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ എത്രത്തോളം കുരുട്ടാക്കി വെച്ചിരിക്കുന്നു നോക്കിക്കേ. ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്ക് കാണുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബീന സിസ്റ്റർ എറണാകുളത്ത് മനുഷ്യൻ വണ്ടി കൊണ്ട് പോകാൻ പറ്റാത്ത ട്രാഫിക് ഉള്ള എത്രയും തിരക്കുള്ള സ്ഥലം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ചപ്പള്ളിയുടെ മുമ്പിലായിരിക്കും. ശരി. അന്നത്തെ ദിവസം അതുവഴി യാത്ര ചെയ്യുന്നവരെ നരകിപ്പിക്കുന്ന കണക്കുള്ള തിരക്കാണ് അവിടെ. കാരണം അവിടെ പോകുന്നത് ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ കുമ്പിടാൻ വേണ്ടിയിട്ടാണ്. അത് എടുത്ത് ഹാലയില് അകത്തും പുറത്തും കൊണ്ടുവെക്കുന്ന ഹാലയിലൂയ ആമേൻ സ്തോത്ര ഹാല അങ്ങനെയുള്ള ഹാല. നമുക്കറിയാം അവിടെ ആ ദിവസം വരുമ്പം ആ വെളിയിലിരിക്കുന്ന വിഗ്രഹം സാധാരണ ഒരു കുഞ്ഞു വിഗ്രഹം വെച്ചിരിക്കുന്ന അതിനുള്ളിൽ ഹാലയിലിയ. അപ്പൊ അന്നത്തെ ദിവസം ഒരു വലിയ വിഗ്രഹം എടുത്ത് പുറത്തു കൊണ്ടുവെക്കും, ചുമന്ന് കൊണ്ടുവന്ന് വെക്കും. അത് കഴിയുമ്പോൾ എടുത്ത് ചുമന്ന് അകത്തു കൊണ്ടുവെക്കും. ഹാലലൂയ ഇതാണ് ഹാലയില് അവിടെയൊക്കെ ഇരിക്കുന്ന അവിടെ എല്ലാം പോയിട്ട് ആൾക്കാർ കുമ്പിടുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു മേഖല. നമ്മളും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ, നമ്മളും മന്ദബുദ്ധികളെ പോലെ തന്നെ ആയിരുന്നു ഹാലയിലേക്ക് ആ വിശ്വാസത്തിലേക്ക് ആ സമയത്ത് നമുക്ക് ഒരിക്കലും മനസ്സിൽ തോന്നരുത് ദൈവം ഇത് മനുഷ്യന്റെ കൈകൊണ്ട് നിർമ്മിച്ച സാധനമല്ലേ നിൽക്കുന്നത്. ഹാലയിലെ അതിന് മുമ്പേ കുമ്പിട്ട് വല്ല അയ്യോ തരണമേ, അല്ലെ എനിക്ക് രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണേ എന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല ഹാലന്ന്. കാരണം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഹാലയിലെ ആ സമയത്ത് ഹാലയിലെ നമ്മളെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ലോകത്തിലെ ദൈവം ആകുന്ന പിശാചായവൻ അവരുടെ ബുദ്ധിയെ ഹാലയിലെ അമ്പലമാക്കി അല്ലെങ്കിൽ ആ ബുദ്ധി മണ്ഡലത്തെ കെട്ടിക്കളയുന്നതാണ്. നേരായ രീതിയിൽ കാണുവാനോ കേൾക്കുവാനോ ചിന്തിക്കുവാനോ സുബോധത്തോടെ ആയിരിക്കുവാനോ അവർക്ക് കഴിയില്ല. ഹാലേലിയ ദൈവത്തിന്റെ വചനം അവരുടെ കണ്ണ് തുറന്നാൽ മാത്രമേ ഹാലേലിയ അത് കഴിയത്തുള്ളൂ. കാരണം നല്ല ദൈവദാസൻ പറഞ്ഞിട്ട് നമ്മൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നില്ല, ദൈവം നമ്മളോട് ഇടപെടുന്നില്ലെന്ന് പലരും പരാതി പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ വചനം തുറന്നാൽ വചനമാണ് ദൈവം. അപ്പൊ നമ്മൾ വചനം തുറന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിച്ചു തുടങ്ങിയാണ്. ഹല്ലേലൂയ, വചനമാകുന്നവൻ വചനമായി തന്നെ നമ്മുടെ ഇടയിൽ ഹാലേലിയ നമുക്ക് വേണ്ടി വേണ്ടുന്ന ആലോചനകൾ ദൈവം തരും. ഹാലേലിയ, ദൈവത്തിന്റെ വചനം നമ്മൾ തുറന്നാൽ പലർക്കും ഇന്ന് ദൈവം സംസാരിക്കുന്ന കേൾക്കാൻ കഴിയാത്തതിന്റെ കാര്യം മറ്റുള്ളവരാരും വചനം വായിക്കാത്തതുകൊണ്ടും അത് ഹാലേലിയ അത് തുറക്കാത്തത് കൊണ്ടുമാണ്. ഞാൻ പറയാം, എന്നോട് ആദ്യമായി ഞാൻ ഒരു സുവിശേഷം ഒരു മനുഷ്യനല്ല എന്നോട് പറഞ്ഞു, എന്നോട് ദൈവമാണ് എന്നോട് വചനത്തിലൂടെ സംസാരിച്ചത്. എന്നോട് ദൈവം സംസാരിച്ച വചനം പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഇതുപോലൊരു ഭാഗം തന്നെയാണ്. ആകാശത്തിന് കീഴ് ഭൂമിക്ക് മീതെ വെള്ളത്തിനടിയിലുള്ള ഒന്നിന്റെ പ്രതിമയെ ഉണ്ടാക്കുവാനോ നമസ്കരിക്കാനോ പാടില്ല. ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു ഞാൻ വിഗ്രഹങ്ങളെ വെറുക്കുന്ന ദൈവമാകുന്നു എന്ന് പറഞ്ഞ് ആ ഭാഗത്ത് ദൈവം എന്നോട് എടുത്തിട്ട് അതിനകത്ത് ആ ഭാഗത്ത് എത്രയോ ദൈവം എടുത്ത് പറയുന്നു. ഇരുകാലി, നാൽക്കാലി, ഇഴജാതി, പർവ്വജാതി ഇതിനെ ഒന്നിനും ഉണ്ടാക്കുവാനോ നമസ്കരിക്കാനോ പാടില്ല.
ഹാലിൽ വിഗ്രഹങ്ങളെ വെറുക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ഹാലിൽ വിഗ്രഹ ആരാധനയെ വെറുക്കുന്ന ദൈവം. ഹാലിൽ എന്നിട്ടും ഹാലിൽ ആമൻ ദൈവം എന്ത് ചെയ്യരുത് എന്ന് പറയുന്നു. അത് മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കാൻ പിശാച് എപ്പോഴും ശ്രമിക്കുന്നു. ഹാലൂയ. വേറൊരു കാര്യത്തിൽ അവന് ബുദ്ധിമുട്ടൊന്നുമില്ല. ദൈവം ആമൻ അരുത് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് ചെയ്യിക്കാനാണ് ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മൾ ആ കപടത അറിയാതെ അതിലേക്ക് വീണു പോകാറുണ്ട്. ഞാൻ പറയാം, നമ്മൾ എന്താണോ നമ്മൾ പഠിപ്പിക്കുന്നത്, എന്താണോ നമ്മൾ ചെയ്യുന്നത്, അതിനെതിരെ നമുക്ക് വളരെ ചലഞ്ചുകൾ നമ്മുടെ മുമ്പ് വരാറുണ്ട്. അതുകൊണ്ട് ഇന്ന് പലപ്പോഴും ദൈവദാസന്റെ ഉപദേശങ്ങളിലേക്ക് വിശുദ്ധിയെക്കുറിച്ച്, വേർപാടിനെ കുറിച്ച് പഠിപ്പിക്കാൻ പലരും തുനിയത്തില്ല. കാരണം അവരുടെ മുമ്പിലേക്ക് അതിൻ്റെതായ ആമെ ഫൈറ്റിങ് വന്ന് കയറാറുണ്ട്. അതുകൊണ്ട് അവർ പലപ്പോഴും അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നവരായി നിൽക്കാറുണ്ട്. കാരണം അവൻ എന്താണോ നമ്മൾ ജനത്തെ പഠിപ്പിക്കാനായിട്ട് ദൈവം ആഗ്രഹിച്ച് ജനത്തിന് കൊടുക്കാൻ അതിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്ന പിശാച്. ഇവിടെ പറയുന്ന അവർക്ക് കഴിയുകയില്ല, ഗുണം ചെയ്യുവാൻ അവർക്ക് പ്രാപ്തിയില്ല. യഹോവേ, എന്നിട്ട് അവർ നമ്മുടെ ദൈവം യഹോവേ, നിന്നോട് തുല്യനായവൻ ആരുമില്ല, നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു. അപ്പൊ നമ്മുടെ ദൈവത്തോട് തുല്യം ചൊല്ലാൻ ആരുമില്ല. കാരണം നമ്മുടെ ദൈവം സകലത്തിന്റെയും സൃഷ്ടിതാവാണ്. ബാക്കിയുള്ളതെല്ലാം സൃഷ്ടിയാണെങ്കിൽ സകലത്തെയും സൃഷ്ടിച്ചൻ, സകലത്തെയും ചമച്ചൻ, സകലത്തിന്റെ അധിപതിയായവൻ ആ ദൈവത്തോട് തുല്യം ചൊല്ലാൻ ആരുമില്ല. ദൈവത്തോട് സമനായൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ അത്ര വലിയൊരു ദൈവത്തെ ഞാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടം. അഖിലാണ്ടത്തെ ഉടയവനായ ദൈവം നമ്മുടെ പിതാവല്ലോ എന്ന് പറഞ്ഞ് പാടുന്ന ഒരു പാട്ടുണ്ട്. ഹല്ലേലൂയ. ആ പാട്ട് പാടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം സകലത്തിന്റെയും സൃഷ്ടി അഖിലാണ്ടത്തെ ഉടയവൻ അത് ഒരാത്മാവായി നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. ആ ദൈവം നമ്മുടെ പിതാവെന്ന് പറയാനായിട്ട് കിട്ടുന്ന ഭാഗ്യമുണ്ടല്ലോ. ഹല്ലേലൂയ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാക്ഷാൽ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കാനുള്ള അധികാരം ലഭിച്ചതാണ്. പുത്രത്വം ലഭിച്ചതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗം. ഈ ലോകത്ത് എത്രയൊക്കെ സമ്പത്ത് കിട്ടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് വിദ്യാഭ്യാസം ഒക്കെ ചെയ്ത് അവർ വലിയ വലിയ ജോലിയൊക്കെ ചെയ്ത് ഭയങ്കര സാലറി ഒക്കെ നേടുന്നു എന്നതിനെക്കാട്ടി നമുക്ക് സന്തോഷം ഉണ്ടാകേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന മക്കളായി മാറുന്ന കേൾക്കപ്പെടാം. പലരും ഇന്ന് സൺഡേ ചർച്ച വിടാതെ ട്യൂഷൻ വചനം പറഞ്ഞു കൊടുക്കാതെ ട്യൂഷനും പലതും എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ വിട്ട് അവരെ വലിയ വലിയ നിലയിലെത്തി വലിയ വലിയ സാലറി ഒക്കെ വാങ്ങി 20-22 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഇന്നുണ്ട് നമ്മുടെ ചുറ്റും. പക്ഷെ അവർക്ക് 2 മണിക്കൂർ ദൈവസന്നിധി സ്പെൻഡ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഇവരെ നേടുന്നത് കൊണ്ട് എന്ത് പ്രയോജനമുള്ളൂ? നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഇന്നലെ ഒരു ബുക്ക് ഞാൻ പറഞ്ഞില്ലേ, പേരന്റിങ്ങിന്റെ ഉള്ള ഒരു ഇത്, അത് വായിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് കൃത്യം അദ്ദേഹത്തെ ദൈവം പറഞ്ഞിട്ട് നമ്മളിവിടെ എനിക്ക് നമ്മൾ പ്രാവശ്യം ചിന്തിക്കുകയും ചെയ്താണ് മാതാപിതാക്കന്മാരെ കുറിച്ച്. ദൈവം നമ്മുടെ കയ്യിൽ തൽക്കാലത്തേക്ക് വളർത്തുവാനായിട്ട്, നോക്കുവാനായിട്ട്, പരിപാലിക്കാനായിട്ട് ദൈവത്തിന്റെ ദാനമാകുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിലേക്ക് തരിക ചെയ്യുന്നത്. അവരെ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവര് വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ അവര് ദൈവസന്നിധി വിട്ടുപോയി കഴിഞ്ഞാൽ അവര് ദുർമാർഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കണക്ക് കൊടുക്കേണ്ടത് അവരല്ല, നമ്മളാണ്. അത് കഴിഞ്ഞ നമ്മുടെ മക്കളെ വാക്തത്വങ്ങളെ ഓർമ്മിപ്പിക്കണം. നമ്മള് ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കണം. നിങ്ങൾ ആരാണ്? ദൈവം എന്തിനാണ് നിങ്ങളെ കണ്ടത്? നിങ്ങളുടെ മേലെ വാക്തത്വം എന്താണ്? നിങ്ങൾ ആ വാക്തത്വത്തിലേക്ക് അവരെ നടത്തുവാൻ ഉത്തരവാദിത്വം നമ്മുടെ മേലെ കിടക്കുന്നത്. അവര് വാക്തത്വം വിട്ടു. പലരും പറഞ്ഞിട്ട് അയ്യോ നമ്മുടെ കൊച്ചിനെ കുറിച്ച് ഭയങ്കര വാക്തത്വമായിരുന്നു, പക്ഷെ ഇന്ന് കണ്ടില്ലേ അവര് ചർച്ചിൽ പോലും പോകുന്നില്ല, ജാതികളെക്കാട്ടി കഷ്ടമായിട്ട് നടക്കുന്നു. ഇതിന്റെ കാരണക്കാരാരാന്ന് വെച്ചാൽ അവരല്ല, നമ്മളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യം കൊടുത്തമളോ നമ്മുടെ കൈ തന്നിരിക്കുന്ന. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞു മറ്റേ വർഗീസ് പാസ്റ്റർ ചർച്ചിലെ ഒരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞ കർത്താവ് വന്ന് പാസ്റ്റർ ഞങ്ങളെ കൊണ്ടുപോയില്ല. എന്താ കാര്യം? ഞങ്ങളുടെ കയ്യിൽ വളർത്താൻ തന്ന കുഞ്ഞിന്റെ മുഖത്തൊരു അഴുക്കിരുന്നുണ്ട്, കുഞ്ഞിനെ കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, കുഞ്ഞിനെ കൊണ്ടുപോകാൻ കഴിയത്തില്ല, അപ്പൊ പിന്നെ നിങ്ങളെ എന്താ കൈവിട്ടത്? ആ കുഞ്ഞിനെ മര്യാദയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ തന്ന കുഞ്ഞിനെ അഴുക്കും ചെളിയും മാലിന്യമില്ല വളർത്തുവാൻ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളും വരാൻ യോഗ്യർ അല്ല എന്ന് പറയപ്പെടാനിടയായി.
അപ്പം മാതാപിതാക്കന്മാർക്കുള്ള ഉത്തരവാദിത്വം എത്രയാണ്? അതുപോലെ തന്നെ ഒരു സഭ അപ്പൊ പാസ്റ്റർ ഇത് എനിക്കുള്ള ദൂതാന്ന്. കാരണം വെച്ചാൽ എന്റെ കയ്യിൽ തന്നിരിക്കുന്ന ജനത്തെ ആടുകളെ പരിപാലിച്ച് അവരെ കരയും മാലിന്യവും വാട്ടവും ഇല്ലാതെ ദൈവസം നിർത്തുവാനായിട്ട് ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ടെന്ന് അത് ചെയ്യാത്ത പാസ്റ്റർമാർ അങ്ങോട്ട് പോകത്തില്ലെന്നാ പാസ്റ്റർ എന്ന്. ഹാലേലൂയ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹാലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ വരുന്ന അവര് ഏത് എങ്കിലും രീതി തെറ്റിപ്പോവാൻ ഇടയായി കഴിഞ്ഞാൽ അതിന് കണക്ക്. അപ്പൊ നമുക്ക് അവരുടെ മേലുള്ള വാക്തത്വം അവരുടെ വാക്തത്വത്തെ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവർ ചിലപ്പം ജോലിയുടെ തിരക്കായിരിക്കും, അവർക്ക് വേണ്ട പോലെ ദിവസം ഉപവസിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അവർക്ക് പ്രാപിക്കാൻ പറ്റുന്നില്ല. അവിടെ അവരെ ഓർമ്മിച്ചുകൊണ്ട് അവരെ പിറകെ പോയി ചെന്ന് പറഞ്ഞ് അവരെ അതിലേക്ക് തന്നെ നടത്തി ഇതാകുന്നു വഴി എന്ന് പറഞ്ഞ് അവർക്ക് പലപ്പോഴും ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലാത്ത അവസ്ഥയാണെങ്കിൽ അത് കേൾപ്പിക്കാൻ ബാധ്യസ്ഥരെ നമ്മൾ ഉണ്ടാവണം. ഹല്ലേലൂയ. അത് പറഞ്ഞ് ഓർമ്മിപ്പിച്ച് അവരെ അതിലേക്ക് നടത്തുമ്പോഴാണ് നമ്മുടെ കയ്യിൽ കുഞ്ഞിനെ തന്നതിന്റെ പർപ്പസിലേക്ക് നമുക്ക് അവരെ നടത്തുന്നു പറയാൻ പറ്റും. ഇല്ലെങ്കിൽ അവരവരുടെ വഴിക്ക് പോവും, നമ്മൾ നമ്മുടെ വഴിക്ക് പോവും. ദൈവം നമ്മുടെ തന്നത് അവിടെ ചെന്ന് നിൽക്കും, ഞാൻ നിന്റെ ഏൽപ്പിച്ചതല്ലേ എന്തേ എന്ന് ചോദിക്കുമ്പം കള്ളൻ കവർന്നുകൊണ്ട് പോയി എന്ന് പറയേണ്ടി വരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും കുഞ്ഞുങ്ങളെ കുറിച്ച് പരാതി പറയുന്ന ഒരുപാട് പേര് നമ്മൾ കേൾക്കാറുണ്ട്, പരിഭവിക്കുന്ന ഒരുപാട് പേരെ കേൾക്കാറുണ്ട്, കുറ്റങ്ങളും കുറവുകളും പറയുന്നവരെ കേൾക്കാറുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. യഹോവേ, നിന്നോട് തുല്യൻ ആരുമില്ല, നീ വലിയവനും നിന്റെ നാമം ബലത്ത് വലിയതുമാകുന്നു. ജാതികളുടെ രാജാവേ, നിന്നെ ഭയപ്പെടാതിരിക്കും. ഹല്ലേലൂയ. അത് നിനക്ക് യോഗ്യമല്ലോ. ജാതികളുടെ സകല ജ്ഞാനങ്ങളും അവരുടെ സകല രാജ്യങ്ങൾ നിന്നോട് തുല്യന് ആരുമില്ല. ഇവിടെ പറയാം ജാതികളുടെ രാജാവേന്ന് വിളിക്കും. ദൈവം ജാതികളുടെ ദൈവമാണോ? ജാതികളുടെ രാജാവെന്ന് എന്ന് വെച്ചാ ദൈവം നമ്മുടെ ദൈവത്തെ കുറിച്ചാണ് സർവ്വജടത്തിന്റെ ദൈവം. ഹല്ലേലൂയ. ജാതികൾ വിളിച്ച ദൈവം വിളിയേക്കത്തില്ലേ? കേൾക്കുവന്നേ. ഹല്ലേലൂയ. അവരുടെ രാജാതിരാജ അവരുടെ മേൽ ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കണം തീരുമാനിക്കും. ഞാൻ പറയാം, ഇന്നും നമ്മൾ വിചാരിക്കും ആരും ദൈവത്തിന്റെ അറിവില്ലാതെ സമ്മതമില്ലാതെയൊക്കെയാണ് ദൈവം അറിയാണ്ടൊക്കെയാണ് ഓരോരുത്തരും ഭരണാധികാരികളായിരിക്കുന്നത് വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല. ദൈവം ഇരുത്തേക്കുന്ന പലരും ഇന്ന് തല കുത്തിക്കിടന്ന് നമ്മൾ പ്രാർത്ഥിച്ചു ആമേ ഓരോരുത്തരൊക്കെ ഇനി ഭരണത്തെ കയറരുതേ എന്നൊക്കെ പറഞ്ഞു. വീണ്ടും അവർ കയറിയെങ്കിൽ അവരെ അവിടെ ഇരുത്തിയെങ്കിൽ രാജാവ് ദൈവം ഇരുത്തിയേക്കുന്നത്. അപ്പൊ അത് ജാതീയനാണ്. പക്ഷെ ജാതികളുടെ രാജാവില്ല. നമുക്കറിയാം നെബൂഖദ്നേസറിനൊക്കെ ദാനിയേലിന്റെ പുസ്തകം പഠിക്കുന്ന നമുക്കറിയാലോ. നെബൂഖദ്നേസറിനെ ആമേ ആ സിംഹാസനത്തിൽ ഇരുത്തിയിരുന്നത് ദൈവമാണെന്ന് നെബൂഖദ്നേസറിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത ദൈവമാണ് ദൈവം. ഹല്ലേലൂയ. ജാതീയ രാജാവ് നെബൂഖദ്നേസർ വിചാരിച്ചെന്താ? നെബൂഖദ്നേസറിന്റെ കഴിവുകൊണ്ടും മിടുക്കൊണ്ടും അവന്റെ മഹത്വത്താലും വീര്യത്താലും ഒക്കെയാണ് അവൻ ഇതെല്ലാം നേടിയെടുത്തതെന്ന് ഹല്ലേലൂയ വിചാരിച്ചു. പക്ഷേ ഹല്ലേലൂയ നെബൂഖദ്നേസറിനെ ദൈവം പഠിപ്പിച്ചു. സർവശക്തനാണ് നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് പഠിപ്പിക്കാനിടയായി. ഹല്ലേലൂയ. അതുപോലെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം അറിയാണ്ട് ഇവിടെ ഒരു ഇല പോലും ചലിക്കുകയില്ല, ഒരു ചെറിയ കാറ്റ് പോലും വീശുകയില്ല. ഹല്ലേലൂയ. അതിനെ സകലത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില ജയപരാജയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അത് ദൈവം അറിയാണ്ട് അല്ല സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം. പക്ഷെ ജാതികളെ ദൈവത്തെ കുറിച്ച് ഇന്നിവിടെ നമുക്കൊരു ബോധ്യം ദൈവം ഒരുക്കി കൊടുത്തില്ല. കാരണം ഇടയ്ക്കൊക്കെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഞാൻ കേൾക്കാറുണ്ട്. കാണാണ്ട് അവിടെ അവരിത് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പലപ്പോഴും ആലോചന നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഭീതി അത് കാരണം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നീ പ്രഭാതം എല്ലാവരുടെയും ഹൃദയത്തിൽ മാറിപ്പോണം. കാരണം അവയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് വെറും മരം മുറിച്ച് ഒരു രൂപം ഉണ്ടാക്കി അതിന് വെള്ളിയും പൊന്നും പൊതിഞ്ഞ് അവരൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ആണി കൊണ്ട് ഉറപ്പിച്ച് അവിടെ വെച്ചിരിക്കുന്ന സാധനം അതിന് അനങ്ങാൻ കഴിയില്ല, സ്വന്തമായി നടക്കാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. അതിനൊന്നും പ്രവർത്തിക്കാനും കഴിയില്ല.
അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടരുത്. അവയെ നമ്മൾ ഭയപ്പെടരുത്. ദൈവത്തിന്റെ വചനം പറഞ്ഞ് നമ്മൾ ഭയപ്പെടരുത്. ഹാലേലൂയ. അതിനെ ഹാലേലൂയ നമുക്ക് ഹാലേലൂയ ആമേൻ. ഒരു സാധാരണ മരമുട്ടി എന്ന പോലെ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ ആരും വിറക് കത്തിക്കുമ്പോഴൊക്കെ വിറക് കത്തിക്കുമ്പോൾ അടുപ്പിൽ ഉപയോഗിക്കുന്ന ഒരു മരക്കഷ്ണമായിട്ട് തന്നെ അതിന് ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാതെ എടുത്ത് തീയിലോട്ട് വെക്കുന്നത്. അതുപോലെ തീയിൽ വെച്ചാൽ ഇന്നും അത് കത്തിപ്പോകുന്ന ഒരു ഊമ വിഗ്രഹം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം മാത്രമാണ് അതെന്ന് മാത്രമേ നമ്മൾ കരുതാൻ പാടുള്ളൂ. അതിന് ഒരിക്കലും ഹാലേലൂയ അത് എന്തെങ്കിലും നമുക്ക് ദോഷം ചെയ്യുമെന്നോ ഗുണം ചെയ്യുമെന്നോ ആരും ചിന്തിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഹൃദയത്തിൽ വിചാരമുണ്ടെങ്കിൽ അതിനെല്ലാം ഹാലേലൂയ ഈ പ്രഭാതത്തിൽ നീക്കിക്കളഞ്ഞി. അല്ലെ നമ്മുടെ സർവശക്തനായ ദൈവത്തെ മാത്രം ഹാലേലൂയ, രാജാതി രാജൻ കർത്താതി കർത്താവുമായ ഹാലേലൂയ ആമേ ഹാലെ സകലത്തിനും മീതെ ഹാലെ വാഴുന്നവനായ ഹാലേലൂയ ആ ദൈവത്തെ മാത്രം ഭയപ്പെടണം. ആ ദൈവത്തെ മാത്രം നമ്മൾ ആരാധിക്കാളൂ. ആ ദൈവത്തിന്റെ വാക്ക് മാത്രമേ കേൾക്കാളൂ. ആ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ ജീവിക്കാളൂ. അല്ലെ മറ്റാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹാലേലൂയ അതിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. ഹാലേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഹാലേലൂയ ദൈവവചനം വായിക്കാനായിട്ട് നമ്മൾ ഹാലേലൂയ അവരെ ഫോഴ്സ് ചെയ്യണം. ഹാലേലൂയ ഡെയിലി ഹാലേലൂയ അവർ വചനം വായിച്ചോ പ്രാർത്ഥിച്ചോ ഹാലേലൂയ അവർ ദൈവസന്നിധി സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ഗൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവർ വളർന്നായിരിക്കും, അവർ വിവാഹം കഴിച്ചു കാണും, അവർക്ക് മക്കളുണ്ടായി കാണും. അത്രത്തോളം ഏജ് ആണെങ്കിലും നമുക്ക് അവരെ ഹാലേലൂയ ആമേൻ ഓർമ്മിപ്പിക്കാനും നടത്താനും ഹാലേലൂയ അതിനെ ഗൈഡ് ചെയ്യാനും നമുക്ക് ദൈവം തന്നൊരു ഉത്തരവാദിത്വമാണ് നമ്മുടെ മേലെ. അത് മറന്നു പോകരുത്. ഹാലേലൂയ നമ്മൾ ആരും ഹാലേലൂയ ഭൗമ വിഗ്രഹങ്ങളെ ഹാലേലൂയ ജാതികളെ ദൈവങ്ങളെ ഭയപ്പെടാൻ പാടില്ല. അത് ദൈവമല്ല, അത് വെറും മരക്കഷ്ണമാണെന്ന് തന്നെ നമ്മുടെ ഹൃദയത്തെ കുറിച്ച് ഹാലേലൂയ ആമേൻ ആയിരിക്കാം. ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.